Hi all. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ലീനിയർ ഓൾജിബ്രയിൻ്റെ മൊഡ്യൂൾ 1 ഫസ്റ്റ് സെക്ഷൻ വെക്റ്റർ സ്പേസസ് ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള സബ് സ്പേസസ് ആണ് കാണാൻ പോകുന്നത്. സോ സബ് സ്പേസിൻ്റെ ഡെഫിനിഷൻ വളരെ സിമ്പിളാണ്. W എന്ന് പറഞ്ഞിട്ട് ഒരു ആൾ, ഈ ആളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് V എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്, അതിൻ്റെ സബ്സെറ്റാണ് W എന്ന് വിചാരിക്കുക. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ളൊരു സെറ്റാണ് W. ഈ Wനെ വെറും സബ്സെറ്റ് അല്ല, സബ് സ്പേസ് എന്ന് വിളിക്കണം എങ്കിൽ ഉള്ള കണ്ടീഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സബ് സ്പേസ് ആവണമെങ്കിൽ, Vൻ്റെ സബ് സ്പേസ് ആവണം എങ്കിൽ Wന് ഫസ്റ്റ് വേണ്ടത് അതൊരു വെക്റ്റർ സ്പേസ് ആയിരിക്കണം. അതായത് വെക്റ്റർ സ്പേസ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. W ഇറ്റ്സെൽഫ് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കണം. വെക്റ്റർ സ്പേസ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് V എന്ന് പറഞ്ഞിട്ടൊരു വെക്റ്ററിൻ്റെ സെറ്റ് വേണം, F എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് വേണം, പിന്നെ നമുക്ക് കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയായിരുന്നു? വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇതെല്ലാം കണ്ടെയ്ൻഡ് ആയിരിക്കണം. എവിടെ? Wയിലും കണ്ടെയ്ൻഡ് ആയിരിക്കണം. ആൻഡ് W എന്ന് പറയുന്നത് എന്താണ്? Vൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സബ്സെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു പറയാം? W എന്ന് പറയുന്നത് വെറും സബ്സെറ്റ് മാത്രമല്ല, Vൻ്റെ സബ് സ്പേസും കൂടെയാണ്. സബ് സ്പേസ് ആവണം എന്നുണ്ടെങ്കിൽ W ഇറ്റ്സെൽഫ് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഡെഫിനിഷൻ. നമ്മൾ സബ് സ്പേസിൻ്റെ ഡെഫിനിഷൻ കണ്ടു. ഇവിടെ കുറച്ച് കണ്ടീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സബ് സ്പേസ് ആവണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വെക്റ്റർ സ്പേസിനുള്ള കുറച്ച് റൂൾസും ഓപ്പറേഷൻസൊക്കെ കണ്ടിരുന്നു. സബ് സ്പേസിൻ്റെ കേസിൽ നമ്മൾ പെർട്ടിക്കുലർലി നോക്കേണ്ടത്, Wയിലെ രണ്ട് ആൾക്കാർ ആൽഫ ബീറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ആഡ് ചെയ്യുന്ന ആൽഫ പ്ലസ് ബീറ്റയും Wയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ സീറോ വെക്റ്റർ Wയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആൽഫ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആൽഫയും Wയിലുണ്ടാവണം. നെഗറ്റീവ് ആൽഫ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആയിരുന്നു. അതേപോലെ C ഇൻറ്റു ആൽഫയും Wയിലുണ്ടാവണം. C ഇൻറ്റു ആൽഫ എന്ന് പറയുന്നതിൽ C എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ Cനെ എപ്പോഴും സ്കെയിലാറായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്കെയിലാർ എവിടെ നിന്നാണ് വരുന്നത്? F എന്ന് പറയുന്ന ഫീൽഡിൽ നിന്നാണ് വരുന്നത്. അപ്പം C ഇൻറ്റു ആൽഫയും എവിടെ ഉണ്ടാവണം? Wയിലുണ്ടാവണം. ഇനി ഈ ഫീൽഡ് എന്ന് പറയുന്ന F എന്ന് പറയുന്നത് ആരുടെ ഫീൽഡാണ്? Wൻ്റെ ഫീൽഡാണ്. ഈ W എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ വെക്റ്റർ സ്പേസ് ആകുമ്പോൾ അവിടെ ഫീൽഡ് F ഉണ്ടല്ലോ, അതിലെ ആളാണ് ആര്? C എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കണ്ടീഷൻസ് സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സബ് സ്പേസിൻ്റെ ഡെഫിനിഷൻ കണ്ടു. സബ് സ്പേസിൻ്റെ കണ്ടീഷൻസ്, ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ എക്സാമ്പിൾസിലേക്ക് വരുന്നതിന് മുന്നേ ഒരു തിയറം നോക്കാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് തിയറം വരുന്നത്. A non-empty subset W of V is a subspace of V if and only if. ഇത് ഞാനിവിടെ സെപ്പറേറ്റ്ലി മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമ്മൾ ഷോർട്ടായിട്ട് എഴുതിയതാണിത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷൻസ്, അതായത് നമ്മളുടെ നോൺ എംപ്റ്റി സബ്സെറ്റ് W സബ് സ്പേസ് ആവണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുന്നത് പോലെ, തിരിച്ച് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മുടെ സബ്സെറ്റ് W എന്ന് പറയുന്നത് സബ് സ്പേസ് ആണെന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇംപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു മീനിങ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അത് എല്ലാ കേസിലും അങ്ങനെ ബോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്ലൈ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വരുന്ന കേസസിലാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? W സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ Wയിലുള്ള രണ്ട് വെക്റ്റേഴ്സ് ആൽഫ ബീറ്റ എടുക്കുക. അതേപോലെ നമ്മുടെ അവിടെ ഒരു ഫീൽഡ് ഉണ്ടാകും, അതിനൊരു സ്കെയിലാർ C ഉണ്ടാകും. ആൽഫ ബീറ്റ C ഇവരെ മൂന്ന് പേരെയും എടുത്തിട്ട് C ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന ആളും Wയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മളുടെ കണ്ടീഷൻ പറയുന്നത്. C ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റയും Wയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? W എന്ന് പറയുന്നത് സബ് സ്പേസ് ആണെന്ന് പറയാം. ഇൻ ഷോർട്ട് നമ്മളുടെ തിയറം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. W സബ് സ്പേസ് ആവണം എന്നുള്ളതിൻ്റെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. C ആൽഫ പ്ലസ് ബീറ്റ Wയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ആരൊക്കെയാണ് ആൽഫ ബീറ്റ C എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽഫ ബീറ്റ Wയിലുള്ള വെക്റ്റേഴ്സാണ്. C എന്ന് പറയുന്നത് സ്കെയിലാറാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ദാറ്റ് ഈസ് ബോത്ത് സൈഡ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഫസ്റ്റ് കേസ് W സബ് സ്പേസ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? C ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് Wയിലുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് ഈ ഒരു
പ്രൂഫ് വളരെ എളുപ്പമാണ്. ബിക്കോസ് സബ് സ്പേസ് ആണെന്ന് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. സബ് സ്പേസിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് സബ് സ്പേസിൻ്റെ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ കണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന സബ് സ്പേസിൻ്റെ കണ്ടീഷൻസ്. ഞാൻ ജസ്റ്റ് നേരത്തെ എഴുതിയത് തന്നെ ഒന്ന് കാണിച്ചതാണ്. ഡബ്ല്യൂയിലുള്ള ആൾക്കാർ ആൽഫ ബീറ്റ എടുക്കുകയാണ്, സി എന്ന് പറയുന്ന സ്കെയിലാർ എടുക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും എവിടെ ഉണ്ടാവും? ഡബ്ല്യൂയിൽ ഉണ്ടാകും എന്നുള്ളൊരു കണ്ടീഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു പ്രൂഫ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് എന്താ കാണിക്കണ്ടേ? സി ആൽഫ പ്ലസ് ബീറ്റ എലമെൻറ്റ് ഓഫ് ഡബ്ല്യു എന്ന് കാണിച്ചാൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ ഡബ്ല്യു സബ് സ്പേസ് ആണ്, ആൽഫ ബീറ്റ ഡബ്ല്യൂയിലുള്ള ആളാണ്, സി എന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലാർ എഫ് ആണ് എന്നുണ്ടെങ്കിൽ സി ആൽഫ എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ആണ് എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. എവിടെ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ്? ഈ ഒരു കണ്ടീഷനിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ്. സബ് സ്പേസിൻ്റെ ഡെഫിനിഷനുള്ള ആളാണല്ലോ, അപ്പോൾ നമ്മൾ കൂടുതൽ നോക്കണ്ട. സി ആൽഫ എവിടെയുണ്ട്? ഡബ്ല്യൂയിലുണ്ട്. അപ്പോൾ ഡബ്ല്യൂയിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ആൽഫയുണ്ട്, ബീറ്റയുണ്ട്, സി ആൽഫയുണ്ട്. ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഡബ്ല്യൂയിൽ ഉള്ള ആൾക്കാരുടെ അഡീഷനും, ഇപ്പോൾ ആൽഫ ബീറ്റ ഡബ്ല്യൂയിലുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയും ഡബ്ല്യൂയിലുണ്ട്. ഇത് നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ ഡെഫിനിഷനിലുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ സി ആൽഫയുണ്ട്, ബീറ്റയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരെ ആഡ് ചെയ്യുന്ന ആളും എവിടെ ഉണ്ടാകും? ഡബ്ല്യൂയിലുണ്ടാകും. അതും അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ സി ആൽഫ ഉണ്ട് നമ്മുടെ കയ്യിൽ, അതേപോലെ ബീറ്റയും നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ ആഡ് ചെയ്യുന്ന സി ആൽഫ പ്ലസ് ബീറ്റയും എവിടെയുണ്ട്? ഡബ്ല്യൂയിലുണ്ട്. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പം ഫസ്റ്റ് കേസ് വളരെ സിമ്പിളാണ്. സബ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് അണ്ടർസ്റ്റുഡ് ആണ്. ഇത്രയും സ്റ്റെപ്സ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ എഴുതിയെന്നുള്ളൂ. നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഇതിലേക്ക് എഴുതാം. ബൈ ദ ഡെഫിനേഷൻ ഓഫ് സബ് സ്പേസ് നമുക്ക് പറയാം സി ആൽഫ പ്ലസ് ബീറ്റയും ഡബ്ല്യൂയിലുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഡബ്ല്യു എന്ന് പറയുന്നത് സബ്സെറ്റാണ്, സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിലുണ്ട്. ഇത്രയും നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഡബ്ല്യു സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടല്ലോ സബ് സ്പേസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഡബ്ല്യു നോൺ എം ടി ആണ്, സബ്സെറ്റ് ഓഫ് വി ആണ്, അതേപോലെ സി ആൽഫ പ്ലസ് ബീറ്റ എവിടെയുണ്ട്? ഡബ്ല്യൂയിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട് ടു പ്രൂവ് ദാറ്റ് ഡബ്ല്യു ഇസ് എ സബ് സ്പേസ് ഓഫ് വി. എങ്ങനെയാണ് പ്രൂവ് വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഗിവൺ സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിലുണ്ടെന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ സൈഡിൽ എഴുതിയിട്ടുള്ള ഈ ആക്സിയംസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഡബ്ല്യു സബ് സ്പേസ് ആണെന്ന് പറയാം. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്ക് ഫസ്റ്റ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ആൽഫ പ്ലസ് ബീറ്റ ഉണ്ടോ എന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ സി ആൽഫ പ്ലസ് ബീറ്റ ഉണ്ട്. സി എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാറാണ്. സ്കെയിലാർ എന്ന് പറയുമ്പോൾ എനി നമ്പർ ആകാം. അപ്പോൾ സിക്ക് ഞാൻ 1 ഇട്ട് കൊടുത്താൽ സി ആൽഫ പ്ലസ് ബീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ, ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് എന്തായി? ആൽഫ പ്ലസ് ബീറ്റയായി. അതെവിടെയുണ്ട്? ഡബ്ല്യൂയിലുണ്ട്. സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിലുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയും എവിടെയുണ്ട്? ഡബ്ല്യൂയിലുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അടുത്ത കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂയിലുണ്ടെന്നുണ്ട്. ഈ ആൽഫയും ബീറ്റയും ആരാണ്? വെക്റ്റേഴ്സാണ്. വെക്റ്റർ എവിടെയുള്ളതാണ്? ഡബ്ല്യൂയിലുള്ള വെക്റ്റേഴ്സാണ്. ഞാൻ ഈ വെക്റ്ററായിട്ട് വേറൊരു ആളെ ഒരു പി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആൽഫയും ബീറ്റയുമായിട്ട് ഞാൻ പി തന്നെ എടുക്കുക. ഒരൊറ്റ വെക്റ്റർ പി എടുക്കുകയാണ് ആൽഫയ്ക്കും ബീറ്റയ്ക്കും പകരം. സി എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാറാണ്. സ്കെയിലാറിന് പകരം ഒരു നമ്പർ എടുക്കണം. ഞാനപ്പോൾ -1 എടുത്തു. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുക്കുകയാണ് സ്കെയിലാറും വെക്റ്ററും. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു പി പ്ലസ് പി. ഓക്കെ, സി ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഓക്കെ, ദാറ്റ് ഇസ് -1 ഇൻറ്റു പി എന്താ? -p പ്ലസ് പി. ഇതെന്താ? 0. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ എവിടെ ഉണ്ടെന്ന് നമുക്കറിയാം, ഡബ്ല്യൂയിലുണ്ടെന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ ഓരോരുത്തർക്കും ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പം 0 ഈസ് ഓൾസോ എലമെൻറ്റ് ഓഫ് എന്താണ്? ഡബ്ല്യു ആണ്. ഓക്കെ, അപ്പം 0യും ഡബ്ല്യൂയിലുണ്ട്. നമ്മുടെ സെക്കൻഡ് കണ്ടീഷനും എവിടെ? സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, എഗെയിൻ നമ്മളുടെ കയ്യിൽ മൂന്നാമത്തെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മുടെ കയ്യിൽ സി ആൽഫ പ്ലസ് ബീറ്റ എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഒരു വെക്റ്ററാണ്. അപ്പം ഞാൻ ബീറ്റയ്ക്ക് പകരം 0 വെക്റ്റർ ഇട്ട് കൊടുക്കുകയാണ്. ഇതെന്താണ്? 0 വെക്റ്ററാണ്.
ബീറ്റ ഒരു വെക്ടറാണ്. അപ്പോൾ ഞാൻ ബീറ്റയ്ക്ക് പകരം 0 വെക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? സി ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് എനിക്ക് സി ആൽഫ പ്ലസ് 0, ദാറ്റ് ഈസ് സി ആൽഫ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ സി ആൽഫ പ്ലസ് ബീറ്റ എലമെൻറ്റ് ഓഫ് ഡബ്ല്യു ആണ് എങ്കിൽ എനിക്കിപ്പോൾ കിട്ടിയ സി ആൽഫയും എവിടെ ഉണ്ടാകും? ഡബ്ല്യൂയിലുണ്ടാകും. ഈ സെയിം ആൾ ബീറ്റയ്ക്ക് പകരം 0 ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. സോ സി ആൽഫ എവിടെയുണ്ട്? ഡബ്ല്യൂയിലുണ്ട്. ഇതാണ് നമ്മളുടെ അടുത്ത കണ്ടീഷൻ. അതും സാറ്റിസ്ഫൈഡായി. ഇനി നമുക്ക് ലാസ്റ്റ് കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യാം. ലാസ്റ്റ് കണ്ടീഷൻ നമുക്ക് ഇതാ ഈ തേർഡ് ആക്സിയത്തിൽ നമുക്ക് സി ആൽഫ എലമെൻറ്റ് ഓഫ് ഡബ്ല്യു നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇവിടെ സി ആൽഫയിൽ സിക്ക് പകരം ഞാൻ -1 ഇട്ട് കൊടുത്ത് എനിക്ക് എന്ത് കിട്ടും? -1 ഇൻറ്റു ആൽഫ എലമെൻറ്റ് ഓഫ് ഡബ്ല്യു എന്ന് കിട്ടും. ദാറ്റ് ഈസ് നെഗറ്റീവ് ആൽഫ എലമെൻറ്റ് ഓഫ് ഡബ്ല്യു എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ നാലാമത്തെ ആക്സിയമും കിട്ടി, നെഗറ്റീവ് ആൽഫ എലമെൻറ്റ് ഓഫ് ഡബ്ല്യു. ഓക്കെ, അപ്പോൾ ഈ 4 ആക്സിയംസും വളരെ എളുപ്പമാണ്, നമുക്ക് വേണ്ട രീതിയിലാക്കി എടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ സി ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ള സാധനം നമ്മുടെ കയ്യിൽ ഉണ്ട്, സേഫ് ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ സിക്കും ആൽഫയ്ക്കും ബീറ്റയ്ക്കും നമുക്ക് വേണ്ട രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 4 ആക്സിയംസും നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 4 ആക്സിയംസും പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? Therefore, these are the condition that satisfies for the subspace property. അപ്പം W is a subspace of V. എന്നുള്ള കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? W സബ്സ്പേസ് ആണ്. അപ്പോൾ നമ്മളുടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് പാർട്സ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സബ്സ്പേസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ആദ്യത്തെ 2 എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒരു വെക്റ്റർ സ്പേസ് വി ഉണ്ട്. ഇനി വെക്റ്റർ സ്പേസ് വി എടുത്തു, അതിൻ്റെ സബ്സ്പേസ് ആയിട്ട് വി തന്നെ വരാം. അതായത് ഒരു വെക്റ്റർ സ്പേസ് അതിൻ്റെ തന്നെ സബ്സ്പേസ് ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പറയുന്നത്. ഇനി അടുത്തത് ഇതേപോലെ ഞാൻ ഒരു എനി വെക്റ്റർ സ്പേസ് വി എടുത്താൽ 0 വെക്റ്റർ ഉണ്ടല്ലോ. ഒരു വെക്റ്റർ സ്പേസ് ആവണമെങ്കിൽ അവിടെ ഓഫ് കോഴ്സ് ഒരു 0 വെക്റ്റർ ഉണ്ടാകും. ആ 0 വെക്റ്റർ ഒറ്റയ്ക്ക് ആ 0 വെക്റ്ററിനെ പറയുന്നതും എലോൺ, 0 വെക്റ്റർ എലോൺ ഇസ് എ സബ്സ്പേസ് ഓഫ് വി. ഏതൊരു വെക്റ്റർ സ്പേസ് എടുത്താലും അതിൻ്റെ 0 വെക്റ്റർ അതിൻ്റെ സബ്സ്പേസ് ആണ്. അതിനെ നമ്മൾ 0 സബ്സ്പേസ് എന്ന് വിളിക്കും. ഇതാണ് ഫസ്റ്റ് 2 എക്സാമ്പിൾസ് വെക്റ്റർ സ്പേസിൻ്റെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ഞാൻ എടുത്തിട്ടുള്ള വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത് എഫ് എൻ എൻ ടപ്പിൾ സ്പേസ് ആണ്. നമുക്കറിയാം x1 x2 x3 ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ എക്സാമ്പിളിൽ കണ്ടായിരുന്നു. ഇനി അതിൻ്റെ സബ്സ്പേസ് ആയിട്ട് ഇതാ ഈ ആൾ വരും. ഇതെന്താണ് പ്രത്യേകത? എന്ത്? ഇയാളുടെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണ്. ബാക്കി എല്ലാവരും x2 x3 xn നമുക്ക് വാല്യൂസ് ഉണ്ട്. ബട്ട് ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അത് മസ്റ്റാണ്. ഓക്കെ, അങ്ങനെ വരുന്ന എൻ ടപ്പിൾ സ്പേസിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സബ്സ്പേസ് ആണ്. ആരുടെ സബ്സ്പേസ് ആണ്? എൻ ടപ്പിളിൻ്റെ സബ്സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താ വരുന്നത്? നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് x1 എന്തായിരിക്കും? 0 ആയിരിക്കണം. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാ ഈ ഒരു സെറ്റ് നോക്കിക്കേ, ഇതും ഒരു എൻ ടപ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് x1 എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? 1 + x2. ഓക്കെ, അതായത് രണ്ടാമത്തെ എലമെൻറ്റിനോട് 1 ആഡ് ചെയ്ത് കിട്ടുന്ന ആളായിരിക്കും ഫസ്റ്റ് എലമെൻറ്റ്. അതാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രത്യേകത. ഇങ്ങനെ വരുന്ന സെറ്റുകൾ സബ്സ്പേസ് അല്ല. FN-ൻ്റെ എൻ ടപ്പിൾ സ്പേസിൻ്റെ നമ്മൾ നോക്കുമ്പോൾ എന്താ ഇതും ഒരു എൻ ടപ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ സബ്സ്പേസ് ആവാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ ഒരു കേസിൽ സബ്സ്പേസ് അല്ല. സബ്സ്പേസിൻ്റെ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ വെക്റ്റർ സ്പേസ് FN/n. ഇതെന്തായിരുന്നു? n/n മെട്രിസസിൻ്റെ സെറ്റ്. ഇതൊരു വെക്റ്റർ സ്പേസ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ ജനറലി m/n മെട്രിസസിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ആണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ n/n മെട്രിസസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനത്തെ ഒരു വെക്റ്റർ സ്പേസ് ഉണ്ടെങ്കിൽ അതിനുള്ളിൽ വരുന്ന ഒരു സബ്സ്പേസ് ആണ് സിമ്മെട്രിക് മെട്രിസസിൻ്റെ സ്പേസ്. എന്താണ് ഒരു സിമ്മെട്രിക് മെട്രിക്സ് എന്നുള്ളത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ഈ 2x2 മെട്രിക്സ് ഒരു സിമ്മെട്രിക് മെട്രിക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ എലമെൻറ്റ്സും കൂടെ എഴുതിയിട്ടുണ്ട്. A11 A12 A21 A22. നോക്കിക്കേ, ഇവിടെ A12ഉം A21ഉം ഈക്വലാണ്. 3 3 രണ്ടും സെയിം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് AIJ is equal to AJI. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അതേപോലെ അടുത്ത ഞാൻ വേറൊരു സ്ക്വയർ മെട്രിക്സ് 3x3 മെട്രിക്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓരോ എലമെൻറ്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ A12
ഇസ് ഈക്വൽ ടു A21 സാറ്റിസ്ഫൈ ചെയ്തു കണ്ടീഷൻ. ഇനി അടുത്തത് A13 ഇസ് ഈക്വൽ ടു A31 ആണല്ലോ, 4 ആണ്, യെസ്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് A23 ഇസ് ഈക്വൽ ടു A32 ആണ്, 5 ആണ് രണ്ടും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഡയഗണൽ വരുന്ന എലമെൻറ്റ്സ് നമ്മൾ എടുക്കില്ല, ഡയഗണൽ വരുന്ന എലമെൻറ്റ്സ് അല്ല. AJI ഇസ് ഈക്വൽ ടു AIJ അങ്ങനെ വരണം. ഓക്കെ, എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതും എന്താണ്, ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പം സിമെട്രിക് മെട്രിക്സിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ഒരു സബ് സ്പേസ് ആണ്. ആരുടെ സബ് സ്പേസ് ആണ്? n×n മെട്രിക്സിൻ്റെ സബ് സ്പേസ് ആണ്. അടുത്തത് നമ്മൾ നേരത്തെ ഒരു കൗണ്ടർ എക്സാമ്പിൾ കണ്ടതുപോലെ ഇവിടെയും സബ് സ്പേസ് അല്ലാത്തതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒരു n×n മെട്രിക്സിൻ്റെ ഒരു വെക്റ്റർ സ്പേസ് ഉണ്ട്. അതിൻ്റെ സബ് സ്പേസ് ആയിട്ടുള്ള ഒരു ഇതാണ് സിമെട്രിക് മെട്രിസസിൻ്റെ എന്നുള്ളത് നമ്മൾ കണ്ടു. സബ് സ്പേസ് അല്ലാത്ത ഒരു എക്സാമ്പിളാണ് ഹെർമീഷ്യൻ മെട്രിസസ് എന്ന് പറയുന്നത്. സബ് സ്പേസ് അല്ല. ഹെർമീഷ്യൻ മെട്രിസസിൻ്റെ പ്രത്യേകത ഇതും ഒരു n×n മെട്രിക്സ് തന്നെയാണ്. ആൻഡ് അവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്സ് കണ്ടു. ഇവിടുത്തെ ഞാൻ ഒരു എക്സാമ്പിളാണ് എഴുതിയിട്ടുള്ളത്. ഇവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും 2ഉം 5ഉം. ഈ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത നമ്മളുടെ ഇവിടെ വരുന്ന 3+iയും 3-iയും ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കും? കോംപ്ലെക്സ് നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് ഓൾസോ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 3+iൻ്റെ കോൺജുഗേറ്റ് ആണ് 3-i എന്ന് പറയുന്നത്. കോംപ്ലെക്സ് കോൺജുഗേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓഫ് ഡയഗണലിൽ വരുന്ന എലമെൻറ്റ്സ് എന്തായിരിക്കും? കോംപ്ലെക്സ് കോൺജുഗേറ്റ്സ് ആയിരിക്കും. ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെർമീഷ്യൻ മെട്രിക്സസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു 2×2 ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് എഴുതിയിട്ടുള്ളത്. ഇനി വേറൊരു എക്സാമ്പിൾ എഴുതാം. ഇപ്പോൾ 1, 5 ഇത് ഒരു ഹെർമീഷ്യൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഡയഗണൽ എലമെൻറ്റ്സ് റിയൽ ആണ്. ഓക്കെ, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് കോംപ്ലെക്സ് കോൺജുഗേറ്റ്സ് ആണോ? ഐൻ്റെ കോംപ്ലെക്സ് കോൺജുഗേറ്റ് ആണോ? ഐ അല്ല. ഐൻ്റെ കോംപ്ലെക്സ് കോൺജുഗേറ്റ് ഇസ് -i. സോ ഇതെന്തല്ല, ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് അല്ല. അപ്പോൾ ഹെർമീഷ്യൻ മെട്രിക്സ് എൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ വരുന്ന ഹെർമീഷ്യൻ മെട്രിക്സസ് എന്ന് പറയുന്നത് സബ് സ്പേസ് ആണ്. എന്തിൻ്റെ സബ് സ്പേസ് ആണ്? എല്ലാ n×n മെട്രിക്സസിൻ്റെയും സബ് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ സബ് സ്പേസ് എന്താണെന്നുള്ള ഡെഫിനിഷൻ കണ്ടു, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു. ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ സബ് സ്പേസസ് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, എക്സാമ്പിൾസ്. അതേപോലെ തന്നെ നമ്മളൊരു തിയറം കണ്ടു, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനായിരുന്നു തിയറം. സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തിയറം 1ഉം നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ് സ്പേസസിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പാർട്ട് 2 വീഡിയോസിലും കുറച്ച് തിയറംസും വേറെ ചെറിയൊരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കൂടെ വരുന്നുണ്ട്. അതുകൂടെ ചെയ്താലേ നമ്മുടെ സബ് സ്പേസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.